ആരത്? ആരാടത്? ഫസ്റ്റ് നൈറ്റ് സീൻ കാണാൻ വന്നമാരും വല്ലതും ആണോ? തോന്നിയതായിരിക്കും. എന്നാലും തോന്നിയത് തന്നെയാ. പൈസ കൈ വന്നതിന് ശേഷം എന്തൊരു ചെലവാ, ഒരു സമാധാനം ഇല്ല. എന്നാൽ ഈ വാസന്തിയുടെ ഇത്രയും പണം എവിടെ നിന്നാണ്? ഞാനറിയത് വെക്കൂല, ലോട്ടറി അടിച്ചോ? കാശ് കൊണ്ടുവന്ന് വെച്ചിട്ട് 3-4 ദിവസമായി. ഇതുവരെ മൊത്തം എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാൻ പോലും പറ്റിയിട്ടില്ല. ഒന്ന് പോയി എണ്ണി നോക്കിയാലോ? എന്താ സംഭവം എന്നൊന്ന് അറിയണമല്ലോ. അലമാരിയും തപ്പി നോക്കിയാലോ? മമ്മി, പാല് വേണ്ട മമ്മി. അയ്യോ പാവം, പാലുകൂടി മാറിയിട്ടില്ല. അതിനു മുമ്പ് പെണ്ണും കെട്ടി. കഷ്ടകാലം അല്ല എന്താ? കിച്ചണിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് കയറിയാൽ നീണ്ടൊരു ഇടനാഴി. ഇടനാഴിയിലൂടെ മുന്നോട്ട് പോയാൽ ഇടതുവശത്തൊരു ബെഡ്റൂം, വലതുവശത്തൊരു ബെഡ്റൂം. ബെഡ്റൂമുകളിൽ കയറാതെ പോയാൽ വെളിയിലിറങ്ങാം. അയ്യോ, അപ്പം പിന്നെ ഞാൻ കയറിയത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇതിലേത് ബെഡ്റൂമിലാണ് അലമാര ഇരിക്കുന്നതെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കണം. ഓരോരോ പണികളെ. എൻ്റെ സ്കെച്ച് എടുക്കാൻ മറന്നുപോയി. വേറെ വീട്ടിൽ കയറുമ്പോൾ സ്കെച്ചില്ലാതാവും. ആകെ ഒരു സ്കെച്ചേ ഉള്ളൂ, 1000 വീടുകളുമാണ്. മണിയേട്ടൻ നല്ല ഉറക്കമായിരിക്കും.
ഈ പെണ്ണുമ്പോഴേക്ക് ഉറക്കമൊന്നുമില്ലയോ? രാത്രി നിലാവത്തടിച്ചു വിട്ട കോഴിയെ പോലെ ഇവരിത് എന്ത് കൊടുക്കാൻ പോവുക? ഇവരെന്തോ പാതിരാത്രിക്ക് അരിയുടെ കല്ല് പറക്കുവാന്ന്. പെണ്ണുമ്പിള്ളെ നാളെ അങ്ങനെ ചെയ്യത്. പോയി കിടന്ന് ഉറങ്ങു പെണ്ണുമ്പിള്ളെ. മനുഷ്യൻ ജോലി ചെയ്യട്ടെന്ന്. 4. അയ്യോ ഇവിടെ എവിടെ ആടിൻ്റെ ഒച്ച കേൾക്കുന്നത്? അവനായിരുന്നു കഴുത കരഞ്ഞു തീർക്കുക. വീട്ടുകാരറിയുന്നു കള്ളന്റെ പാട്. തവളച്ചാട്ടം പഠിച്ചത് നന്നായി. നീണ്ട ഇടനാഴിയിലൂടെ പോകുമ്പോൾ ഇടതുവശത്തൊരു ബെഡ്റൂം, വലതുവശത്തൊരു ബെഡ്റൂം. നേരെ പോയ വെളിയിൽ ഒരു കാര്യം ചെയ്യാം. ഇതുവഴി വാ. വാസന്തി ഇവിടുത്തോടെ പോയി. ആ ബാത്റൂമിൽ പോയതായിരിക്കും. നന്നായി. ചേടാ, ഇവർ സ്വന്തം വീട്ടിൽ നിന്ന് മോഷണം നടത്തുന്നു. അതെന്തിനാ? അത് മോശമായി പോയി. പിന്നെ ഞങ്ങൾ കള്ളന്മാരെന്ത് ചെയ്യും? നീ പോടാ, വാട്സപ്പ് ഇട്ടാ മതി. ഈ പാതിരാത്രിക്കോ? ഓ, ഇവളെയൊക്കെ നമ്മളെ ഇത് വെച്ച പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലല്ലോ. ചാടിയേക്കാം. എന്താ എന്റെ ബെഡ്റൂമില്? ഇതാണല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? അയ്യേ, അതല്ലടി, നിന്റെ അടുത്ത് നിന്ന് മാറിക്കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല, അതാ. പിന്നെ അല്ല, നീ എവിടെ പോയതാ? ചേട്ടന്റെ അടുത്ത് നിന്ന് മാറി കിടന്നപ്പോ എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് തോന്നി. അതിന് ഞാൻ അടുക്കളയിലാണോ കിടക്കുന്നത്? ശരിയാണല്ലോ, പിന്നെ ഞാൻ എന്തിനാ അടുക്കളയിൽ പോയത്? ഹലോ, മണിയുടെ വീടല്ലേ? അതാരടി? നോക്ക്, പാതിരാത്രിക്ക് മണിയേട്ടാ. നീ പോയി നോക്ക്. മണിയേട്ടൻ പോയി നോക്ക്. നീ കൂടെ വാ. ഞാനും വരാം. നടക്ക. പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, എന്നാലും ഇവിടെ ഉള്ളൊരു പോരാഞ്ഞ് പിന്നെ പുറത്തുനിന്ന് ആൾക്കാരോ? പോലീസോ? ഞാനാ? നീ കൂടെ വാ. മോനെ, ഇവിടെ നിക്ക്. എന്താ സാർ? ഏതായാലും വന്ന കാര്യമോ നടന്നില്ല. ഇനി നടക്കുന്ന കാര്യമെങ്കിലും കാണാം. നീയാണ് മണി അല്ലേ? അതെ സാർ. നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഈ നിൽക്കുന്ന കാശി സാറ് ഭയങ്കര കോശുകാരനാ. കോശി സാറ് ഭയങ്കര കാശുകാരനാ. ഇയാളുടെ മകൾ റീമയെ ഇന്നലെ മുതൽ കാണാനില്ല. ആ ഒറ്റ കാരണത്താൽ ഈ നിൽക്കുന്ന റീമയുടെ അമ്മ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അതുകൊണ്ട് 25 കിലോ ഭാരമാ ആ തള്ളയുടെ കുറഞ്ഞത്. നിക്കണ നിപ്പ് കണ്ട. ഇവരുടെ മോളെ തട്ടിക്കൊണ്ടു പോയെന്ന് പറഞ്ഞ് ഇവരെനിക്കൊരു പരാതി തന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ഞാൻ ഈ നാട് മുഴുവൻ അരിച്ചരിച്ചു പെറുക്കി. പക്ഷേ
ശവൻ എന്ന് പേരുള്ള അയ്യോ, മുടിഞ്ഞ നാക്കം. ശിവൻ എന്ന് പേരുള്ള ഒരു സത്യസന്ധനായ ചെറുപ്പക്കാരനാണ് എനിക്ക് ഇൻഫർമേഷൻ തന്നത്. മേശർ മണി, അവരെ നിങ്ങളാണ് ഒളിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അയ്യോ അയ്യോ ഒളിപ്പിച്ചൊന്നുമല്ല സാറേ. പിന്നെ അവരുടെ രണ്ടുപേരും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അവര് പറഞ്ഞു അവരെ വീട്ടിൽ കേട്ടില്ലാന്ന്. അങ്ങനെ ഞങ്ങളുടെ തലയിലായതാ. ആ, ഓഹോ, എങ്കിൽ അവരെ രണ്ടുപേരെയും വിളിപ്പിച്ചേ. ഞാൻ വിളിച്ചോണ്ട് വരാം സാർ, ഞാൻ വിളിച്ചോണ്ട് വരാം അവരെ. നിങ്ങൾ മണി, വിളിക്ക്. അവരെ ഞാൻ വിളിച്ചോണ്ട് ആ, വരാം. നിങ്ങൾ വിളിച്ചോളൂ. കുറെ കാലമായി ഇതുപോലത്തെ ഒരു കേസ് എന്റെ കൈ കിട്ടിയിട്ട്. നിങ്ങൾ നോ ടെൻഷൻ, ഞാൻ ഏറ്റെന്നേ. വരട്ടെ വരട്ടെ വരട്ടെ. വരൂ. വിളിച്ചേ നോക്കട്ടെ. പേടിക്കാൻ ഒന്നുമില്ല മക്കളെ, ഇറങ്ങി വാ. വാ വാ. കളർഫുൾ കപ്പിൾസ് വരൂ. ആഹാ, ഇവരാണല്ലേ. എടീ, എന്നാൽ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. നിർത്തണ്ട, കണ്ടിന്യൂ ചെയ്തോളൂ. നിന്റെ അമ്മയുടെ പാരമ്പര്യം നീ കാണിച്ചു. അതെന്താണ്? ഇവൾ എന്നോട് ചാടി പോന്നതാ. എന്നാലും ഒത്തിരി മെനയും വൃത്തിയുള്ള ഒരുത്തിനോട് ഇറങ്ങി പൊയ്ക്കൂടാനോ നിനക്ക്? അത് കറക്റ്റ്. അത് തന്നെയാണ് എനിക്ക് ചേച്ചിയോടും പറയാനുള്ളത്. കുറച്ച് സെലക്റ്റീവ് ആകാമായിരുന്നു. നിന്റെ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചു വെച്ച 250 പവനെ ഇപ്പോഴും വീട്ടിൽ അലമാരയിൽ ഇരിപ്പുണ്ട്. എന്നാൽ ഈ വിവരക്കേടിന് നിങ്ങളും കൂട്ടിയെന്നല്ലോ. കഷ്ടം. അല്ല, ആദ്യം ഇവർ അറസ്റ്റ് ചെയ്യണം സാറേ. നോ 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 നോ. നിയമപരമായി ഇവർ കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഇനി നിയമത്തിന് കയ്യും കെട്ടി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഐ അപ്രീഷിയേറ്റ് യു സർ. ഞാനും അത് തന്നെ തരുന്നു. അല്ല അപ്പച്ച, അപ്പച്ചനല്ല, കോശി. കോശി വാശി പിടിക്കരുത്, ഞാൻ അപ്പച്ചാന്നെ വിളിക്കും. നിയമപരമായി ഇവരുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പോലീസല്ല ആര് വിചാരിച്ചാലും ഇവരുടെ താല്പര്യപ്രകാരമല്ലാതെ ഇവരെ പിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് നിയമം, അല്ലേ സാറേ? കറക്റ്റ്. ആ. താങ്കൾ പറയുന്നതാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ നിയമം. താങ്ക് യു താങ്ക് യു താങ്ക് യു. അതുപോലെ തന്നെ കുട്ടികൾ ചെയ്തതും തെറ്റ് തന്നെയാണ്. അതെ. ഇങ്ങനൊരു ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ ആദ്യം വീട്ടുകാരോട് പറയണമായിരുന്നു. കറക്റ്റ്. എന്റെ തലേന്ന് കേസ് പോയാ മതിയായിരുന്നു. അതുപോലെ തന്നെ മണി, കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടു നിൽക്കുകയല്ലേ വേണ്ടുന്നത്. നമ്മൾ മുതിർന്നവർ അവരെ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തണം. കറക്റ്റ്. അത് ചെയ്യാതിരുന്നത് മണിയുടെ തെറ്റ് തന്നെയാണ്. അതും അല്ല, correct. അത് പിന്നെ കല്യാണം നടത്തി കൊടുത്തില്ലെങ്കിൽ ചത്തുകളോ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു രണ്ട് പിള്ളേരും കൂടി. അതാ ഞാൻ ഇവരങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞേനെ എന്റെ കല്യാണം നടത്തി കൊടുക്കാത്തെന്ന്. വീണ്ടും കറക്റ്റ്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ നട്ടപ്പാതിരാത്രിക്ക് വെറുതെ സംസാരിച്ച് കളയാൻ എനിക്ക് സമയമില്ല. എന്റെ സമയം എന്റെ സമയം പോകുന്നു. അതെയോ? ആ. എങ്കിൽ സാറ് തന്നെ ഒരു തീരുമാനം എടുക്ക്. ഏയ് നോ, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിനൊക്കെ ഇവിടെ മുതിർന്ന ഒരാളുണ്ട്, ഇദ്ദേഹം എടുക്കും. അതെ. അല്ല മണി, ഇരു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത ഒരു തീരുമാനം ഞാൻ എടുക്കാം. അത് മതി. അതാ നല്ലത്, വേഗം എടുക്ക്. എന്ത് തീരുമാനം ഉണ്ടാക്കിയാലും ശരി, ഇത് ഞങ്ങളുടെ തലേന്ന് ഒന്ന് ഒഴിവാക്കി തന്നാ മതി. ഓക്കെ. അപ്പോ എങ്ങനെയാ മോനെ, മോളെ വിളിച്ചോണ്ട് നീ വീട്ടിൽ പോകുന്നോ അതോ? അല്ല ബ്രോ, ഞാൻ മര്യാദ സംസാരിക്കടാ. യെസ് ബ്രോ. ഡാഡി സമ്മതിച്ച മമ്മി സമ്മതിക്കില്ല. ഈ മമ്മി സമ്മതിക്കുന്നൊന്നും ഡാഡി സമ്മതിക്കില്ല. ഇപ്പൊ രണ്ടുപേരും സമ്മതിച്ചാലോ അങ്കിൾ ഒട്ടും സമ്മതിക്കില്ല. നിന്നെ സമ്മതിച്ചു തരണം. താങ്ക്സ് ബ്രോ. അപ്പച്ചാ, എങ്ങനാ ഇവരെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ ചോദിച്ച സമ്മതമാണെങ്കിൽ സമ്മതമാണെന്ന് പറയണം. എനിക്ക് ഈ സമയം കളയാൻ ഞാൻ ആരും അനുവദിക്കില്ല. ഈ നിൽക്കുന്ന മനുഷ്യന്റെ ഉറക്കം. അത് സാരമില്ല. അപ്പൊ സമ്മതമാണെന്ന് പറയട്ടേടി. ആ പറഞ്ഞോ. സമ്മതമല്ലേ? സമ്മതമാ. ഇത്ര പെട്ടെന്ന്? എന്നാ പിന്നെ സമയം കളയാതെ ഈ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വീട്ടോട്ട് പോയേ. വസന്തി, അവരുടെ ബാഗ് എടുത്ത് കൊടുക്ക്. ചെല്ലു മക്കളെ, ചെല്ലു. അങ്ങനെ ഈ കേസ് പെട്ടെന്ന് തലേന്ന്. മണി, അവരുടെ ആഗ്രഹം അതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ല സാറേ, അതല്ല എന്റെ ശരി. ഈ സമയത്ത് നിങ്ങൾ എന്റെ DGP ആണ്. വളരെ ഉപകാരം. താങ്ക് യു സാർ, താങ്ക് യു താങ്ക് യു. സാറേ, ഇനി പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു പ്രശ്നവും ഇല്ല. ഞാൻ വിചാരിച്ചു ഇതൊരു 1.5 വർഷം മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ ഇദ്ദേഹം ഇടപെട്ടുകൊണ്ട് മാത്രം ഇത് ഇപ്പൊ തന്നെ തീർന്നില്ലേ? താങ്ക് യു താങ്ക് യു. അതെ അതെ അതെ. ഒരു മിനിറ്റ്, ഒന്ന് വന്നേ. എന്താ? വലിയ ഉപകാരം. ഓ ഓ. ഞാൻ ആകെ പേടിച്ചു പോയി. ചേട്ടനാണ് എന്നെ രക്ഷിച്ചത്. അല്ല, ഇവരുടെ ആരാ? അങ്കിളാ, അങ്കിള്. അങ്കിൾ. എക്സ്ക്യൂസ് മീ സീനിയർ സിറ്റിസൺ, അങ്കിളിനെ വിളിക്കുന്നു. ഒന്നിങ്ങോട്ട് വരൂ. ഓ ചെല്ലു ചെല്ലു. ഓക്കേ, വരൂ. എന്താ സാർ? നിങ്ങളോടൊരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ ഓ നിങ്ങളാണ് ഈ പ്രശ്നം ഇത്ര പെട്ടെന്ന് സോൾവ് ഓ, ചെയ്തത്. താങ്ക് യു സാർ, താങ്ക് യു താങ്ക് യു. SI സെലക്ഷൻ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൂടെ? എന്തിനാ സാർ വെറുതെ കള്ളന്മാരുടെ കൂടെ ഓടി ഊപ്പാട് വരും? അതെ അതെ, ഭയങ്കര കഷ്ടപ്പാടാ നീ. ഇവിടുത്തെ ആരാ? അങ്കിളാ. ആ. ആ. ഇറങ്ങി വാ, ഇറങ്ങി വാ. ആ. വാ 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 വാ. ആ, വാ, 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 വാ. വാ. വരുന്നേ. എല്ലാവരും വരൂ. വരൂ. എന്നാ പിന്നെ നിങ്ങൾ കുട്ടികളുമായിട്ട് വേഗം വണ്ടിയോട്ട് കയറിക്കോളൂ. ശരി. മിസ്റ്റർ കോശി, എന്താ സാർ? നിങ്ങൾ എന്റെ കൂടെ സ്റ്റേഷൻ വരെ ഇരുന്ന് വരേണ്ടി വരും. എന്തിനാ? ഒരു കുത്തുകേസുണ്ട്. സോറി, കേസിന് സംബന്ധമായിട്ട് ചില എഴുത്തുകുത്തുകളുണ്ട്. അതിവിടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ ശരി മണി, ഞങ്ങൾ ഉറങ്ങുന്നു, നിങ്ങൾ ഇറങ്ങിക്കൂ.
അല്ല ഞങ്ങൾ ഇറങ്ങുന്നു, നിങ്ങൾ ഉറങ്ങിക്കോ. ഓഹോ സാർ, എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. നന്ദി എന്നോടല്ല പറയേണ്ടത്, ഈ നിൽക്കുന്ന അങ്കിളിനോടാണ് പറയേണ്ടത്. ഓശോ, ഇത് അങ്കിളല്ല, ഞങ്ങളുടെ ദൈവമാണ്, ദൈവം. ദൈവം പല രൂപത്തിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പതാ ഈ അങ്കിളുടെ രൂപത്തില്. ഈ ദൈവത്തിന് ഒരു വൃത്തിയില്ല. വേഗം പോയി കുട്ടികളെ വിളിച്ചോളൂ. എന്നാ വിളിച്ചോണ്ട് പൊക്കോളൂ രണ്ടുപേരെ. പോയ 25 കിലോ തിരിച്ചു പിടിച്ചോടെ. ആ മോളെ, മോനെ വാ. ചേച്ചി പോട്ടെ. ബ്രോ ബൈ ബ്രോ. മിടുക്കനാ മോനെ നീ. മിസ്റ്റർ കോശി, വണ്ടിയിലോട്ട് കയറിക്കോളൂ. വരൂ. എന്റെ അമ്മോ, എന്റെ ഭഗവാനെ. വാ. എല്ലാ കുരിശുകളും പോയി, ഇനി നമ്മൾ രണ്ടും മാത്രം. മണിയുണ്ടേൽ മറിയില്ല ഭൂലോകം. മണി മാറ്റേഴ്സ്, മണി മാറ്റേഴ്സ്.